Namaskaram. Today we are discussing section 183 of the Bharatiya Nagarik Suraksha Sanghita 2023. Recording of confessions and statements. രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. CRPCയിൽ അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ സെക്ഷൻ 164 ആയിരുന്നത് നമ്മുടെ പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ അത് സെക്ഷൻ 183 ആണ്. കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും രേഖപ്പെടുത്തൽ എന്നാണ് ആ സെക്ഷൻ്റെ ഹെഡിങ്. നമുക്ക് ഈ സെക്ഷൻ പെയർ ആക്ട് അതേപടി ഡിസ്കസ് ചെയ്യാം. കാരണം സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവർക്ക് പെയർ ആക്ട് വെച്ചുള്ള ഈ പഠനമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സെക്ഷൻ 183 സബ്സെക്ഷൻ 1 നമ്മൾ ഇവിടെ വായിക്കുകയാണ്. എനി മജിസ്ട്രേറ്റ് ഓഫ് ദ ഡിസ്ട്രിക്റ്റ് ഇൻ വിച്ച് ദ ഇൻഫർമേഷൻ ആൻഡ് കമ്മീഷൻ of any offence has been registered may, whether or not he has jurisdiction in the case, record any confession or statement made to him in the course of an investigation under this chapter. ഇത് ചാപ്റ്റർ 13 ആണ്. or under any other law for the time being in force or at any time afterwards, but before the commencement of the inquiry or trial. ഇത് സിമ്പിളാണ്. ഏതു ജില്ലയിലാണോ ഒരു ഒഫൻസിൻ്റെ കമ്മീഷൻ ആൻഡ് ഇൻഫർമേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആ ജില്ലയിലെ മജിസ്ട്രേറ്റിനെ തൻ്റെ അധികാരപരിധി നോക്കാതെ, അല്ലേ, അതായത് ഈ ചാപ്റ്ററിന് കീഴിലോ അല്ലെങ്കിൽ അതാത് സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് കീഴിലോ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിടയിലോ അല്ലെങ്കിൽ അതിനുശേഷം ഇൻക്വയറി, അതായത് അന്വേഷണ വിചാരണ, ട്രയൽ അതായത് വിചാരണ ട്രയൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും സമയത്തോ തന്നോട് നടത്തുന്ന കൺഫെഷൻ, അതായത് കുറ്റസമ്മതമോ സ്റ്റേറ്റ്മെൻറ്റോ രേഖപ്പെടുത്താവുന്നതാണ്. ഇത് പഠിച്ചു വയ്ക്കണം. പ്രൊവൈഡഡ് ദാറ്റ് എനി കൺഫെഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് അണ്ടർ ദിസ് സബ്സെക്ഷൻ മേ ഓൾസോ ബി റെക്കോർഡഡ് ബൈ ഓഡിയോ, വീഡിയോ, ഇലക്ട്രോണിക് മീൻസ് ഇൻ ദി പ്രസൻസ് ഓഫ് ദി അഡ്വക്കേറ്റ് ഓഫ് ദ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ്. അതായത് എന്നാൽ ഈ സബ്സെക്ഷൻ്റെ കീഴിൽ നടത്തുന്ന ഏതെങ്കിലും കൺഫെഷനോ സ്റ്റേറ്റ്മെൻറ്റോ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആളിൻ്റെ അഡ്വക്കേറ്റിൻ്റെ പ്രസൻസിൽ ഓഡിയോ, വീഡിയോ, ഇലക്ട്രോണിക് ഉപാധികൾ മുഖേനയും രേഖപ്പെടുത്താവുന്നതാണ്. അതുകൂടി ഓർക്കണം. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എന്ന് മാത്രമല്ല, no confession shall be recorded by a police officer on whom any power of a magistrate has been conferred under any law for the time being in force എന്ന് മാത്രമല്ല, ആ സമയം പ്രാബല്യത്തിലിരിക്കുന്ന ഏതെങ്കിലും നിയമമനുസരിച്ച് ഒരു മജിസ്ട്രേറ്റിൻ്റെ ഏതെങ്കിലും പവർ നൽകപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ യാതൊരു കുറ്റസമ്മതവും രേഖപ്പെടുത്താൻ പാടുള്ളതല്ല. അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇനി സെക്കൻഡ് സബ്സെക്ഷൻ, ദ മജിസ്ട്രേറ്റ് ഷാൽ ബിഫോർ എനി സച്ച് കൺഫെഷൻ എക്സ്പ്ലെയിൻ ടു ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ദാറ്റ് ഹി ഈസ് നോട്ട് ബൗണ്ട് ടു മേക്ക് എ കൺഫെഷൻ ആൻഡ് ദാറ്റ് ഇഫ് ഹി ഡസ് സോ ഇറ്റ് മേ ബി യൂസ്ഡ് ആസ് എവിഡൻസ് അഗൈൻസ്റ്റ് ഹിം and the magistrate shall not record any such confession unless upon questioning the person making it
he has reason to believe that it is being made voluntarily. അങ്ങനെയുള്ള ഏതെങ്കിലും കൺഫെഷൻ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റ് അത് നടത്തുന്ന ആൾക്ക് അയാൾ കൺഫെഷൻ നടത്താൻ ബാധ്യസ്ഥനല്ല എന്നും അയാൾ അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ അത് അയാൾക്ക് എതിരായ എവിഡൻസായി ഉപയോഗപ്പെടുത്തിയേക്കാമെന്നും വിശദീകരിച്ച് കൊടുക്കേണ്ടതും അത് നടത്തുന്ന ആളെ ചോദ്യം ചെയ്യുമ്പോൾ അത് സ്വമേധയാ നടത്തുന്നതാണ് വോളണ്ടറി അല്ലേ, വോളണ്ടറിലി ആണെന്ന് തനിക്ക് വിശ്വസിക്കാൻ കാരണം ഇല്ലാത്ത അവസ്ഥയിൽ മജിസ്ട്രേറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും കൺഫെഷൻ രേഖപ്പെടുത്താൻ പാടില്ലാത്തതുമാകുന്നു. ഇത് ഈ സബ്സെക്ഷൻ വായിച്ചു നോക്കുക. മലയാളം അത്ര ക്ലിയറായിട്ട് ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും നിങ്ങൾ അത് ഒന്ന് വായിച്ച് നോക്കണം. തേർഡ് സബ്സെക്ഷൻ, ഇഫ് അറ്റ് എനി ടൈം ബിഫോർ ദി കൺഫെഷൻ ഈസ് റെക്കോർഡഡ്, ഇഫ് at any time before the confession is recorded, the person appearing before the magistrate states that he is not willing to make the confession, the magistrate shall not authorize the detention of such a person in police custody. അതായത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാകുന്ന ആൾ കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും സമയത്ത് താൻ കൺഫെഷൻ നടത്താൻ ഒരുക്കമല്ല എന്ന് പറയുന്നുവെങ്കിൽ മജിസ്ട്രേറ്റ് ആ ആളെ പോലീസ് കസ്റ്റഡിയിൽ തടഞ്ഞു വയ്ക്കുന്നതിന് അധികാരം കൊടുക്കുവാൻ പാടുള്ളതല്ല എന്നുകൂടി ഓർക്കണം. ഇനി എനി സച്ച് കൺഫെഷൻ ഷാൽ ബി റെക്കോർഡഡ് ഇൻ ദി മാനർ പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 316. അത് നമ്മൾ പഠിക്കും. റെക്കോർഡ് ഓഫ് എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ആണ്. ഫോർ റെക്കോർഡിംഗ് ദി എക്സാമിനേഷൻ ഓഫ്